ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അതിനായി നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം നമുക്ക് ക്രൂഡിലൊരു ടേക്കാണ് അറിയേണ്ടത്. ക്രൂഡിലോട്ട് വരുമ്പോൾ ഇന്ന് ബ്രെന്റ് ക്രൂഡിൽ കാണാൻ സാധിക്കുന്നത് 0.9% നേട്ടമാണ്. WT ക്രൂഡിലും നേട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. ക്രൂഡ് ഓയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ നിലവിൽ എന്താണ്? വിഷ്ണു, ക്രൂഡ് ഓയിൽ നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ തുടർച്ചയായിട്ട് നമുക്ക് നേട്ടം കാണാൻ സാധിക്കുന്നത്. അണ്ടർടോൺ ഇസ് കണ്ടിന്യൂയിങ് ടു ബി ബുള്ളിഷ്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. WTI ക്രൂഡിന്റെ കേസിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ഏരിയ $83. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഗോൾഡിലോട്ട് വരുമ്പോഴും ഇന്ന് നേട്ടം തന്നെയാണ് കാണുന്നത്. ഗോൾഡിൽ നിലവിലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണുന്നത് ഏകദേശം 1% അടുത്തേക്ക് നിൽക്കുന്ന ഒരു നേട്ടം കാണുന്നുണ്ട്. 4400 മുകളിലേക്ക് ഒരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഗോൾഡിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? ഒപ്പം ഗോൾഡിൽ താങ്കളുടെ മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ എന്താണ്? സ്വർണ്ണത്തിന്റെ കേസിലോ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. $4400 ലെവലിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്വർണം വളരെ ഒരു മേജർ റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ള 4500, 4560 ഈ ഒരു റേഞ്ചിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുന്നു. സനി, ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകുമ്പോൾ US മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്നലെ അല്പം ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് കണ്ടത്. അതായത് ഡൗ ജോൺസും S&Pയിലും 0.3% മുകളിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്കിൽ 0.6% ഇടിവ് എന്ന രീതിയിലാണ് ഇന്നലെ ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത്. US മാർക്കറ്റിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? അമേരിക്കൻ വിപണിയിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 53,800 പോയിന്റിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ഇൻ ദ കേസ് ഓഫ് ദ ഡൗ ജോൺസ് ഇൻഡെക്സ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ തിരിച്ച് നമുക്കൊരു ഷോർട്ട് ടേം റിക്കവറി കാണാൻ സാധിക്കണമെങ്കിൽ 54,250 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ നല്ലൊരു മുന്നേറ്റം വീണ്ടും എക്സ്പെക്ട് ചെയ്യാം. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 29,100. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബുള്ളിഷ് ട്രിഗർ ഇപ്പോൾ നിലനിൽക്കുന്ന 29,790 പോയിന്റിലും. നിഫ്റ്റി 50 വരുമ്പോൾ ഇന്നലെ 0.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത്. 24,471 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തത്. 112 പോയിന്റ് ഇടിവായിരുന്നു നിഫ്റ്റി 50 ഇന്നലെ കാണാൻ സാധിച്ചത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇപ്പോൾ നിഫ്റ്റി 50 ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 24,800 ടെസ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നത്. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കണം. നിഫ്റ്റി 50യുടെ കേസിൽ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽസ് ആദ്യത്തെ 24,300, 24,200. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 24,200 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ ആഴ്ച ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന മേജർ റെസിസ്റ്റൻസ്, ഒരു ബുള്ളിഷ് ട്രിഗറിന് വേണ്ടി ശ്രദ്ധിക്കുന്ന റെസിസ്റ്റൻസ് 24,650 പോയിന്റ്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ കണ്ടത് 57,446 എന്നൊരു നിലയിലൊരു ക്ലോസിംഗ് ആയിരുന്നു. അതായത് 240 പോയിന്റിൻ്റെ ഇടിവ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ലെവൽസ് പറയുമ്പോൾ ഏതൊക്കെ ലെവലാണ് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നിർണായകമാവുന്നത്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയി തുടരുന്നു. 58,000 പോയിന്റ് സപ്പോർട്ട് ആയിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആസ് മേജർ സപ്പോർട്ട് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ലെവൽ 56,000 പോയിന്റ്. സാർ, ഈ ഫാർമ ഇൻഡെക്സിൻ്റെ ടേക്കാണ് അറിയേണ്ടത്. ഇന്നലത്തെ ട്രേഡിംഗ് എടുക്കുമ്പോൾ ഒരു മിക്സഡ് റെസ്പോൺസ് സെക്ടേഴ്സിൽ ഉണ്ടായിരുന്നെങ്കിലും ഫാർമ ഇൻഡെക്സിന് 1% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചു. ഒപ്പം റിസൾട്ടുകൾ വന്ന അല്ലെങ്കിൽ ഗ്ലാൻഡേക്ക് ഒരു റിസൾട്ടിന് ശേഷം നല്ലൊരു മുന്നേറ്റം 10% നേട്ടം രേഖപ്പെടുത്തിക്കൊള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചു. അതുമാത്രമല്ല പല സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ല രീതിയിലൊരു മുന്നേറ്റവും നമുക്ക് ഫാർമ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരുന്നു. ഈ ഒരു ഇൻഡെക്സിനെ പറ്റി താങ്കളുടെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം എന്താണ്? ഒപ്പം ഈ ഒരു ഇൻഡെക്സിൽ ഇപ്പോൾ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്.
അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമുക്ക് നിഫ്റ്റി ഫാർമ ഇൻഡെക്സിന്റെ ETF ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ അങ്ങനെ ഒരു പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. 26,830 റെസിസ്റ്റൻസ് ആയിരിക്കണം ഈ ഇൻഡെക്സിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. സ്പെസിഫിക് സ്റ്റോക്സ് എടുക്കുമ്പോഴേക്കും ഗ്ലാൻഡ് ഫാർമ ഇസ് അറ്റ് ആൻ ഓൾ ടൈം ഹൈ. ആൻഡ് ഇന്നലത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ക്ലോസ് ആയിരുന്നു കണ്ടത്. ബട്ട് റിസ്ക് ടു റിവാർഡ് റേഷ്യോ വളരെ അൺഫേവറബിൾ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2,800 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എമംഗ്സ് ദ ഫാർമസ്യൂട്ടിക്കൽ മേജേഴ്സ് ഏറ്റവും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നത് ഇപ്പോൾ ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ആബോട്ട് ഇന്ത്യ. സനി സ്റ്റോക്സിലോട്ട് പോകുമ്പോൾ ഇനി അറിയേണ്ട ചെന്നൈ പെട്രോളിയത്തിനെ കുറിച്ചാണ്. ഇന്നലെ വലിയ രീതിയിലൊരു കുതിപ്പ് രേഖപ്പെടുത്താൻ ചെന്നൈ പെട്രോളിയത്തിന് സാധിച്ചിരുന്നു. 15% കുതിപ്പാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ ചെന്നൈ പെട്രോളിയം രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. എന്നാലും ഒരു ലോങ് ടൈം ഷോർട്ട് ടൈം ട്രെൻഡൊക്കെ നോക്കുമ്പോൾ കൃത്യമായൊരു ബുള്ളിഷ് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. മാത്രമല്ല ഈ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡിങ്ങും കൂടിയാണ് ഇപ്പോൾ ചെന്നൈ പെട്രോളിയം കാഴ്ചവെച്ചിരിക്കുന്നത്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ വരും ദിവസങ്ങളിൽ ചെന്നൈ പെട്രോളിയത്തിൽ എന്താണ്? ചെന്നൈ പെട്രോളിയം അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി എക്സ്ട്രീംലി ബുള്ളിഷ്. ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഹൗഎവർ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. 1,210 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. മണപ്പുറം ഫിനാൻസിനെ കുറിച്ചാണ് അറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിൽ ഒരു ലാഭം രേഖപ്പെടുത്താൻ ഇത്തവണത്തെ Q1 മണപ്പുറം ഫിനാൻസിന് സാധിച്ചു. ഓൾമോസ്റ്റ് 4 മടങ്ങോളം ലാഭം വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. 584 കോടിയാണ് ഇത്തവണ മണപ്പുറം ഫിനാൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 28% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ടാണ് മണപ്പുറം ഫിനാൻസിൻ്റെ Q1 വന്നിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ ഇന്നലെ 2.52% ഒരു ഇടിവ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയെങ്കിലും ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കഴിഞ്ഞ മാസം 14% നേട്ടം രേഖപ്പെടുത്തി ഒരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിരുന്നു. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ മണപ്പുറം ഫിനാൻസിൽ എന്താണ്? ഇപ്പോൾ 360 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. So Manappuram Finance undertone is extremely bullish. Manappuram and Muthoot Finance വളരെ നല്ല ക്വാർട്ടർലി റിസൾട്ട്സ് നൽകിയിരിക്കുന്നത്. ബട്ട് മുത്തൂറ്റ് ഫിനാൻസിന്റെ കേസിൽ റിസൾട്ട് അനൗൺസ് ചെയ്തതിനെ തുടർന്ന് വലിയൊരു ഗ്യാപ് ഡൗൺ സെൽ ഓഫ് നമുക്ക് കാണാനിടയായി. അതുകൊണ്ട് തന്നെ മണപ്പുറത്തിന്റെ കേസിലും നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിലോട്ട് ലോങ് പൊസിഷൻസും പുതിയതായിട്ട് അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽസ്. ആദ്യത്തെ 355, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 350. ഇനി ബാറ്റ ഇന്ത്യയെ കുറിച്ചാണ് അറിയേണ്ടത്. ബാറ്റ ഇന്ത്യ 699 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നത്. ലോങ് ടൈം ട്രെൻഡൊക്കെ നോക്കുമ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡ് ഈ ഒരു സ്റ്റോക്കിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും Q1 റിസൾട്ട് വന്നപ്പോൾ 26% ലാഭം 23% ലാഭം ഉയർത്തിക്കൊണ്ടുള്ളൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. വരുമാനം 3.9% ഉയർത്തി. ഇൻ്ററിൻ ഡിവിഡൻ്റായിട്ട് 25 രൂപയുമാണ് കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാറ്റയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു കേൾക്കാൻ പറ്റുന്നുണ്ടോ? സർ കേൾക്കാൻ പറ്റുന്നുണ്ട്. താങ്കൾക്ക് തുടരാം. യെസ്. സോ ബാറ്റ ഇന്ത്യയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന് 640 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ ലെവലിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കണമെങ്കിൽ 782 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. BML ഇപ്പോൾ 1902 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കാണുന്നത്. ഇന്നലത്തെ ട്രേഡിങ്ങിൽ 0.95% നേട്ടം രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. BMLനെ സംബന്ധിച്ച് നമ്മളൊരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ കാണുന്നത് ഈ മാസം ഒരു നേട്ടം 8% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ന്യൂസായിട്ട് ഷെയർ ചെയ്യാനുള്ളത് HIയിൽ നിന്ന് 184 കോടിയോളം വാല്യൂ വരുന്നൊരു ഓർഡർ BML ലഭിച്ചിട്ടുണ്ട്. എന്തായാലും താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ BML ഓഹരികളിലും ഒപ്പം HIL ഓഹരികളിലും ഇപ്പോഴത്തരത്തിലാണ്? ഷോർട്ട് ടേമിൽ നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. നമ്മളൊരു വാല്യൂ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഹോൾഡ് ഓൺ ടു യുവർ പൊസിഷൻ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിലും അണ്ടർടോൺ ഇസ്
ട്രേഡിംഗിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 4850 കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സാറിന് വേദാന്ത പവറിനെ കുറിച്ചാണ് അറിയേണ്ടത്. 36 എന്നൊരു പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിൽക്കുന്നത്. ഇന്നലെ 0.3% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. ഇതിലൊരു ഡീമെർജറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നിരാശപ്പെടുന്ന ഒരു പ്രകടനം ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ മാസം നോക്കുമ്പോൾ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊള്ള ഒരു ട്രേഡിംഗും കാഴ്ചവെക്കുന്നു. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ വേദാന്ത പവറിൽ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ വേദാന്ത പവറുടെ ഡേറ്റ എനിക്കിപ്പോൾ ലഭ്യമല്ല. ഇത് അടുത്തൊരു സെഷനിൽ കവർ ചെയ്യാം. സാർ, നമുക്ക് ക്യൂബിഡിലോട്ട് പോകാമെങ്കിൽ ക്യൂബിഡ് ലിമിറ്റിനെ സംബന്ധിച്ച് ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ 276 എന്നൊരു പ്രൈസിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റോക്കിൽ ഇന്നലെ നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത്. അതായത് 5% നേട്ടം രേഖപ്പെടുത്തിക്കൊള്ള ഒരു ട്രേഡിംഗ് ആണ് ക്യൂബിഡ് ഇന്നലെ കാഴ്ചവെച്ചത്. അതായത് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോൾ ഒരു എക്സ്ട്രീംലി ബുള്ളിഷ് എന്ന രീതിയിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് ക്യൂബിഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഓൾമോസ്റ്റ് നമ്മളൊരു 4 മാസത്തെ നേട്ടം നോക്കുമ്പോൾ 230% ഒക്കെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. ഇത്രയും ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു സ്റ്റോക്കിൽ ഇനി വരും ദിവസങ്ങളിൽ എത്തരത്തിലാണ്? ഒരു ഓവർ ഹീറ്റ് എന്ന രീതിയിലേക്ക് സ്റ്റോക്ക് മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സോ ക്യൂപിഡിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ആൻഡ് ഇത്രയും വലിയ നേട്ടത്തെ തുടർന്ന് നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് വേണ്ടി തീർച്ചയായിട്ടും പ്രിപ്പയർഡ് ആയിരിക്കണം. ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 260 260 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുമില്ല. സ്റ്റാലിയൻ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലത്തെ ട്രേഡിങ്ങിൽ നമ്മൾ കണ്ടത് 5% ഇടിവ് രേഖപ്പെടുന്ന ഒരു നിലയാണ്. 240 എന്നൊരു പ്രൈസിലാണ്, 241 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കാണുന്നത്. സർ, എന്നാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് ഏപ്രിൽ മുതൽ കാണാൻ സാധിച്ചത് നല്ലൊരു മുന്നേറ്റമായിരുന്നു. 100%-അധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രേഡിംഗ് കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഈ ഒരു ഇടിവെന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? സ്റ്റാലിൻ ഇന്ത്യ നോക്കുമ്പോഴേക്ക് ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓൾറെഡി നമുക്ക് ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 239 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. കോൺകോറിനെ കുറിച്ചാണ് അറിയേണ്ടത്. 2% നേട്ടം കോൺകോർ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. 512 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? സോ കണ്ടെയ്നർ കോർപ്പറേഷന്റെ കേസിൽ നമുക്ക് ജൂൺ മാസം മുതൽ നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ 485 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 540 ആയിരിക്കും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. IIFLനെ കുറിച്ചാണ് അറിയേണ്ടത്. IIFL ക്യാപിറ്റൽ സർവീസസ് നോക്കുമ്പോൾ 334 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് കാണുന്നത്. 0.27% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? വിഷ്ണു, സ്റ്റോക്കിന്റെ പേര് ഒരിക്കൽ കൂടെ പറയാം. IIFL ക്യാപിറ്റൽ. So IIFL Capital is a small cap stock and ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണുന്നില്ല. ഒത്തിരി വോളറ്റിലിറ്റിയും ഈ സ്റ്റോക്കിലെ ചില ട്രേഡിംഗ് സെഷൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സ്റ്റോക്കിലെ ട്രേഡിംഗ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. മോൾഡ് ടെക് പാക്കേജിംഗ് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നോക്കുമ്പോൾ 678 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ടാണ് കാണുന്നത്. സ്റ്റോക്ക് മെയ്യിലും ഏപ്രിലും നല്ലൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുത്തിരുന്നു. താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവൽസുകൾ ഈ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്? മോൾടെക് ടെക്നോളജിയെ കുറിച്ചാണോ സംസാരിക്കുന്നത്? അല്ല, മോൾടെക് പാക്കേജിംഗ്. So Moltech package again is a small cap stock. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. തൽക്കാലം ഈ സ്റ്റോക്കിൽ പുതിയ പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി.
ഇനി നമുക്ക് സ്കിപ്പറിലോട്ട് പോകും. സ്കിപ്പർ 526 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നത്. 0.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് എടുത്തത്. എന്നാൽ സ്കിപ്പർ 43% നേട്ടം ഏപ്രിലിൽ രേഖപ്പെടുത്തിയിരുന്നു. മെയിലോട്ട് വരുമ്പോൾ 14% നേട്ടം. അത്തരത്തിലൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഷോർട്ട് ടൈമിലൊരു ട്രെൻഡ് റിവേഴ്സൽ പോലെ ഒരു പാറ്റേൺ ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് വലിയ നേട്ടം രേഖപ്പെടുത്തിയില്ലെങ്കിൽ കൂടിയും സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എത്തരത്തിലാണ് വിലയിരുത്താൻ സാധിക്കുന്നത്? ഒപ്പം ശ്രദ്ധിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്കിപ്പറിന്റെ കേസിൽ അഗെയിൻ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് കഴിഞ്ഞ 2-3 മാസത്തിൽ നല്ലൊരു മുന്നേറ്റത്തെ തുടർന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ 2-3 ആഴ്ചകളിൽ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നു. സോ അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ടേൺ സൈഡ് വേസ്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 498 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. 545 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ അഗെയിൻ ബിക്കം ബുള്ളിഷ്. മാരുതിയെക്കുറിച്ചാണ് അറിയേണ്ടത്. മാരുതി 13,990 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നത്. മാരുതി 0.76% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ മാരുതി ഓഹരികളിൽ എന്താണ്? ജൂണിന് ശേഷം വലിയൊരു സെൽ ഓഫ് ഒക്കെ തന്നെ ഓഹരിയിൽ കണ്ടിരുന്നു. ഏതായാലും താങ്കൾ ഇനി മുന്നോട്ട് ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? മാരുതിയുടെ കേസിൽ കമ്പയർഡ് ടു ഓട്ടോ ഇൻഡെക്സ് നമുക്കൊരു അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ബട്ട് മാരുതിയുടെ കേസിൽ ഗ്രാജുവൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആയതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 14,450 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും. വിഷ്ണുവിലോട്ട് വരുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ചില മേജർ സ്റ്റോക്സിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഇതിൽ ആദ്യം എടുത്തു പറയാനുള്ളത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു മുന്നേറ്റവും കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ കറന്റ് പ്രോഫിറ്റ് ടേക്കിംഗ് പുതിയ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ഉപയോഗിക്കണം. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്ന 1073 ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇന്ത്യൻ ബാങ്കിന്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്നത്. ഈ കേസിലും നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. 850 മേജർ സപ്പോർട്ട് ആൻഡ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് 890 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. സർ, ടി സി എസ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന 0.8% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 2,445 എന്നൊരു നിലയിലാണ് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. ടി സി എസിനെ സംബന്ധിച്ചും ഐ ടി ഇൻഡെക്സിലുണ്ടായിരുന്ന ആ ഒരു വീക്ക്നെസ് സമയത്ത് ഈ ഒരു ഇൻഡെക്സും നല്ല രീതിയിലൊരു വീക്ക്നെസ് രേഖപ്പെടുത്തിയിരുന്നു. സ്റ്റോക്കും നല്ലൊരു വീക്ക്നെസ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ മാസത്തിലോട്ട് വരുമ്പോൾ 16% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു തിരിച്ചുവരവിൻ്റെ ഒരു സാധ്യത കാണിച്ചിട്ടുണ്ടായിരുന്നു. ടി സി എസിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ നിലവിൽ എന്താണ്? വിഷ്ണു, ടി സി എസിലോട്ട് വരുന്നതിന് മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധ മറ്റൊരു മേജർ സ്റ്റോക്കിലോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്. ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ കേസിൽ കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ അഗെയിൻ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടക്കുന്നത്. കറന്റ് ലെവൽസിൽ നമുക്ക് പുതിയ പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാം, എസ്പെഷ്യലി ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റർ. ഈ സ്റ്റോക്കിന്റെ റിസ്ക് ടു റിവാർഡ് റേഷ്യോ ഇസ് എക്സലന്റ്. ടി സി എസിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 2,480 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 2,550, അതിനുശേഷം 2,630. 2,630 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി മാറും. സർ, ടി സി എസിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ മറ്റൊരു ഐ ടി സ്റ്റോക്കിനെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. വിപ്രോയെ സംബന്ധിച്ച് ഇന്നലെ 30 വർഷത്തിന് ശേഷം നിഫ്റ്റി 50യിൽ നിന്ന് പുറത്തായി എന്ന രീതിയിലുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിഫ്റ്റി 50യിൽ നിന്ന് ഈ വിപ്രോ മാറിയതിന് ശേഷം ഇനി വരാൻ പോകുന്നത് BSE ലിമിറ്റഡ് ആണ്. എന്നാലും വിപ്രോയുടെ ഒരു ടേക്ക് അറിയേണ്ടതുണ്ട്. 184 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത്. 0.45% ഇടിവ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. വിപ്രോയിൽ താങ്കൾ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, വിപ്രോയുടെ കേസിൽ കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് നമുക്ക് ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്.
TCS, HCL ടെക്നോളജി, ഇൻഫോസിസ് മുതലായ മറ്റ് മേജർ ടെക്നോളജി കമ്പനീസിന്റെ ഒപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും വിപ്രോയുടെ കേസിൽ അണ്ടർ പെർഫോമൻസ് ആ കാണുന്നത്. ആൻഡ് കറന്റ്ലി സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിപ്രോയുടെ കേസിൽ ഓൾറെഡി ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. അദാനി പോർട്ട് ഇന്നലെ നോക്കുമ്പോൾ 1668 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.76% ഇടിവാണ് അദാനി പോർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദാനി പോർട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ തന്നെ ഒരു നേട്ടം രേഖപ്പെടുത്തിയതിന് ശേഷം ഇപ്പോൾ ഒരു നേരിയ വീക്ക്നെസ് ഈ ഒരു സ്റ്റോക്കിലൊക്കെ വന്നു തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട്. അദാനി പോർട്ടിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും അദാനി സ്റ്റോക്കുകൾ നിലവിലുണ്ടോ? സോ അഡാനി പോർട്ടിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 6 ആഴ്ചകളായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ടേൺഡ് ബെയറിഷ്. കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1638 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അഡാനി ഗ്രീന്റെ കേസിലും നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1325 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിലും പ്രോഫിറ്റ് ടേക്കിംഗ് തുടരുന്നു. ഈ ഒരു കേസിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 640 രൂപ. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കും. അഡാനി എന്റർപ്രൈസസിന്റെ കേസിലും നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 2650 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആർ കെ ഫോർജിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു ട്രെൻഡ് റിവേഴ്സിൽ ഉറപ്പിക്കാവുന്ന രീതിയിലൊരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3-4 മാസത്തേക്ക് ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ കൃത്യമായൊരു മുന്നോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 751 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 2% നേട്ടം വെള്ളിയാഴ്ച ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണുന്നത്. ഏതായാലും ഏപ്രിൽ മുതലുള്ള ഒരു നേട്ടം നോക്കുമ്പോൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് 50% മുകളിലേക്ക് ഒരു നേട്ടം ഇപ്പോൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ ഏതൊക്കെയാണ്? ആർകെ ഫോർജിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഇത്രയും വലിയ മുന്നേറ്റത്തെ തുടർന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്ന ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആർ ബുള്ളിഷ്. ഹൗവർ കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 720 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സാറിന് അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് KPEL ആണ്. KPELനെ കുറിച്ച് നോക്കുമ്പോൾ അതായത് KP എനർജി, ഈ ഒരു സ്റ്റോക്ക് 271 എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിലെ 6% തന്നെ ഒരു വീക്ക്നെസ് രേഖപ്പെടുത്തിയിരുന്നു. ഷോർട്ട് ടൈം ട്രെൻഡ് നോക്കുമ്പോൾ ഇപ്പോൾ ബെയറിഷ് ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 3-4 മാസം നോക്കുമ്പോഴും വീക്ക്നെസ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഒപ്പം വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ലെവൽ ഈ സ്റ്റോക്കിൽ ഏതാണ്? KP എനർജിയുടെ കേസിൽ ലിസ്റ്റിംഗിന് ശേഷം നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. This is a small cap stock. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. സ്റ്റോക്കിന്റെ കേസിൽ ബോട്ടം കണ്ടു എന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് ഉടനടി വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ടാറ്റ മോട്ടോഴ്സ് ലിമിറ്റഡിനെ കുറിച്ചാണ് അറിയേണ്ടത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇപ്പോൾ ഒരു ട്രേഡിംഗ് പാറ്റേൺ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞൊരു 3 മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു വീക്ക്നെസ്സിൽ നിന്നൊരു തിരിച്ചുവരവിനൊരു സാധ്യത കാണിക്കുന്ന രീതിയിൽ നേട്ടം തുടരുന്നതായിട്ട് കാണുന്നുണ്ട്. 450 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള നിലയിൽ ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. സാർ, ഈ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു സ്റ്റോക്കിൽ ഒരു തിരിച്ചുവരവ് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 17% നേട്ടം അവസാനത്തെ 3 മാസത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കളുടെ എക്സ്പെക്റ്റേഷൻ വരും ദിവസങ്ങളിൽ ടാറ്റ മോട്ടോഴ്സിൽ എത്തരത്തിലാണ്? സോ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നത് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആർ ബുള്ളിഷ് നൗ. ഹൗവർ കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 440 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. 462 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേമിൽ വീണ്ടും നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. താങ്ക് യു പ്രദീപ് സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി ഷെയർ ചെയ്തു. ഇതോടെ ഇന്നത്തെ മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളൊരു നിക്ഷേപ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒപ്പീനിയൻ തേടിയതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക. ഇനി മാർക്കറ്റ് സ്ക്രീനറാണ് എൻ്റെ കൂടെ ഇപ്പോൾ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.